നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. അതിനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച കടലയാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ഏലക്കായും 2 പട്ടയും ഒരു 2-3 ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 പിടി തേങ്ങയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനൊരൽപ്പം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാലയും. ഈ തേങ്ങയുടെ കൂട്ടിലേക്ക് തന്നെ നമുക്ക് ഈ കടല ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ലേശം കുറവുണ്ട്, അപ്പോൾ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കും. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 3 ഉള്ളിയാണ് അരിഞ്ഞതിട്ട് കൊടുക്കുക. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കല്ലിൽ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്.